സെബാസ്റ്റ്യൻ, ഞാൻ വീണ്ടും വരികയാണ്. നിങ്ങളൊരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തക കൂടിയാണല്ലോ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായി, ഈ മാളിലെ സംഗതി പുറത്തു വരുന്നു, അതെല്ലാ മാധ്യമങ്ങളിലും വാർത്തയാകുന്നു. ഇൻസ്റ്റഗ്രാം പേജുകളിലൊക്കെ അതിൻ്റെ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അതിന് താഴെയുള്ള കമൻറ്റുകൾ പോയി നോക്കൂ. ആൻഡ് ബഹുഭൂരിപക്ഷം മനുഷ്യരും പോലീസിനെതിരായിട്ടുള്ള ഈ 4 യുവാക്കളുടെ നടപടിയെ പിന്തുണയ്ക്കുകയാണ്. പോലീസിനിത് കിട്ടേണ്ടതാണെന്ന് പറയാണ്. എന്നിട്ട് ഇപ്പോൾ പ്രചരിക്കുന്ന ഫ്ലോട്ട് ചെയ്ത് വരുന്ന വീഡിയോസൊക്കെ നോക്കൂ. കാസർഗോഡ് രാത്രി ചായ കുടിക്കാൻ പോയ 2 കുട്ടികളെ പോലീസ് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. ഒരമ്മ തൻ്റെ മകനെ എന്തിന് തല്ലിയെന്ന് ചോദിച്ച് പോലീസ് ഓഫീസറുടെ പുറകെ നടക്കുന്നതിൻ്റെ വീഡിയോസ് പുറത്തു വരികയാണ്. അപ്പോൾ ഈ സംഗതികളെല്ലാം പോലീസിനെതിരെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ നാട്ടിലെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോയി നോക്കിയാൽ കമൻറ്റുകൾ മുഴുവൻ പോലീസിനെതിരാണ്. ഈ സാഹചര്യം എങ്ങനെ ഉണ്ടാവുന്നു? നിങ്ങൾ വിലയിരുത്തേണ്ടുന്ന ഒന്നല്ലേ? നിങ്ങൾ SFI ഈ നടത്തിയിട്ടുള്ള വലിയ ഗുണ്ടായുസമാണ് എന്ന പോയിന്റ് പറയുന്നു. ശരി, ആ പോയിന്റ് എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ബട്ട് ജനങ്ങളുടെ ഒരു പിന്തുണ, സാധാരണ നിലയ്ക്ക് SFIക്കാർ ഇത്തരം ഒരു അടിയൊക്കെ നടത്തിയാൽ, DYFIക്കാരുടെയൊക്കെ അടി നടത്തിയാൽ DYFI ഗുണ്ടായുസം എന്നൊക്കെ മട്ടിലാണ് ആളുകൾ അതിനെ കാണുക. പക്ഷേ ഇവിടെ സിനാരിയോ നേരെ തിരിച്ചാണ്. അതിനെ വിലയിരുത്താമോ ആൻ? അല്ല, പോലീസിന്റെ അതിക്രമണത്തെ ഒരു ഘട്ടത്തിലും നമ്മൾ ന്യായീകരിച്ചിട്ടില്ല. ഇതിപ്പോ ഒരു ന്യൂ ഇയർ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അവിടുത്തെ സമയമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ഈ 10 വർഷമായിട്ട് അതിന്റെ മാക്സിമത്തില് ആ പോലീസ് ക്രൂരതയും അക്രമവും നേരിട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങള്. അതുകൊണ്ട് പോലീസിന്റെ ഗുണ്ടായുസത്തെ ന്യായീകരിക്കുന്നതല്ല. ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പോലും പോലീസിനെ മര്യാദ പഠിപ്പിക്കേണ്ടത് ഇതുപോലെയാണ്. ഇങ്ങനെയാണെങ്കിൽ നാളെ ഇവിടെ ഈ പറയുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികളും അല്ലെങ്കിൽ 50ഉം 60ഉം വയസ്സായ ആൾക്കാർക്ക് നീതി കിട്ടണമെങ്കിൽ, പോലീസ് സ്റ്റേഷനിൽ മര്യാദ കിട്ടണമെങ്കിൽ ഇതുപോലെ ഗ്യാങ് ആയി പോയി അവരെ ഇടിച്ചു വീഴ്ത്തിയോ അല്ലെങ്കിൽ അത് വീഡിയോ എടുത്തിട്ടാണ് നീതി കിട്ടേണ്ട അവസ്ഥയാണ് ഈ കേരളത്തിൽ എന്ന് പറയുമ്പോൾ മൊത്തം ഭരണ സംവിധാനത്തിന്റെ പരാജയമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഒരു ഉദാഹരണം കൂടിയും പറയാം. ഇവിടെ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന MG യൂണിവേഴ്സിറ്റിയുടെ 2 വർഷം മുൻപ് MG യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ കവാടം SFI പ്രവർത്തകർ ദീർഘസമയമെടുത്ത് മണിക്കൂറുകളോളം നടത്തിയ ഒരു സമരത്തില് അടിച്ചു തകർക്കുകയാണ് ചെയ്തത്. ഒരുപാട് മാധ്യമ പ്രവർത്തകരും പോലീസുകാരും യൂണിവേഴ്സിറ്റി സ്റ്റാഫും സാക്ഷികളായി നിന്ന ആ സംഭവത്തില് ഒരു അടിസ്ഥാനപരമായ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനോ ഒരു പരാതി രജിസ്റ്റർ ചെയ്യാനോ ഒരു FIR ഇടാനോ അവിടെ പോലീസ് തയ്യാറായിട്ടില്ല. പിറ്റേ ദിവസം എല്ലാ മാധ്യമങ്ങളും ഇത്രയും വലിയ നാശനഷ്ടം, ഇത്രയും വലിയ പബ്ലിക് പ്രോപ്പർട്ടിക്ക് നഷ്ടമുണ്ടായി, യൂണിവേഴ്സിറ്റിയുടെ കവാടം വരെ അടിച്ച് പൂർണ്ണമായി തകർത്ത കേസില് ഒരു കേസ് പോലും ചെറുതായി പോലും രജിസ്റ്റർ ചെയ്യാത്ത പോലീസ് നടപടിക്കെതിരെ മാധ്യമങ്ങൾ മൊത്തം എഴുതി. 2 വർഷമായിട്ട് പോലീസ് സ്റ്റേഷനിലും വൈസ് ചാൻസലറിന്റെ അടുത്ത് ഞാൻ ഉൾപ്പെടെയുള്ളവര് ഇതുമായി ബന്ധപ്പെട്ട് വിഷയവുമായി നടക്കാണ്. അതിന് 1 വർഷത്തിന് ശേഷം ഈ കേസ് കോടതിയിലെത്തി. വിവരാവകാശങ്ങളുടെ അടിസ്ഥാനത്തില്, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തില് ഇത് ഞങ്ങൾ കോടതിയിലെത്തിയപ്പോൾ പെട്ടെന്ന് അടിയന്തരമായി MG യൂണിവേഴ്സിറ്റിയിൽ ഒരു സിൻഡിക്കേറ്റ് മീറ്റിംഗ് കൂടുകയും ഈ പറയുന്ന SFI നേതാക്കൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ, പ്രണയലേഖനമൊക്കെ പോലെ ഒരു ഓർമ്മപ്പെടുത്തലാണ് വൈസ് ചാൻസലർ ചെയ്തത്. ഈ പബ്ലിക് പ്രോപ്പർട്ടിയുടെ നാശവുമായി ബന്ധപ്പെട്ട പൈസ നിങ്ങൾ തിരിച്ചടിക്കാൻ ശ്രമിക്കണം, അതിന്റെ സമയം കുറച്ചും കൂടി പെട്ടെന്ന് അടയ്ക്കണം എന്ന് ഈ കോടതി കേസിൽ ഞങ്ങൾ കേസ് എത്തി എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ആ SFIക്കാര് എന്താ പഠിക്കുന്ന പാഠം? ഞങ്ങള് ഈ പറയുന്ന പകൽ വെളിച്ചത്തിൽ ഇത്രയും ചാനലുകാർ നിൽക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കവാടം അടിച്ചു തകർത്താലും ഞങ്ങൾക്കെതിരെ ഒരു ബേസിക് കേസ് ഇവിടുത്തെ പോലീസ് എടുക്കില്ല എന്നുള്ള ബോധ്യം ഇവിടുത്തെ SFIയിലെ കുറെ ഗുണ്ടാ നേതാക്കൾക്ക് ഭരണകൂടം കൊടുത്തിട്ടുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്തെ വശത്ത് ഞങ്ങള് ഒരു ചെറുപ്പക്കാരനെ, അവനെ ഒരു കോൺഗ്രസ് അനുഭാവിയാണെങ്കിൽ അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതച്ച് എത്ര മർദ്ദിച്ചാലും പോലീസ് യൂണിയനും ഈ സർക്കാരും ഞങ്ങളുടെ കൂടെ നിൽക്കുകയുള്ളൂ. ഈ പറയുന്ന ലാത്തി ഞങ്ങളുടെ കൂടെയാണ് നിൽക്കുക എന്നുള്ള ഒരു ധാരണ കുറെ പോലീസ് ഗുണ്ടകൾക്കും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ രണ്ടിനും ഒരേ ശക്തിയിൽ എതിർക്കാനാണ് ഞങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത്. രണ്ടും ഈ പറയുന്ന നമ്മുടെ നാട്ടില് സമാധാനത്തെ ബാധിക്കുന്ന കേസാണ്. ഈ ഗാന്ധിജി പറയുന്ന ഐ ഫോർ ആൻ ഐ, എല്ലാവരെയും ഈ കണ്ണിന് പകരം കണ്ണെന്നുള്ളത് എല്ലാവരെയും അന്ധരാക്കുള്ളൂ. അപ്പൊ നമുക്ക് ഒരു ചോരത്തിളപ്പിന്റെ ഇതില് അല്ലെങ്കിൽ ഈ SFI ഇവർ കയറി പോലീസുകാരനെ തല്ലി പകരം ചോദിക്കുന്നത് നമ്മൾ ന്യായീകരിക്കുകയാണെങ്കിൽ നാളെ ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ അടിക്കും അല്ലെങ്കിൽ ഓരോ പീഡനത്തിനും KSUക്കാരും യൂത്ത് കോൺഗ്രസുകാരും ഇതുപോലെ പോലീസിനെ അറ്റാക്ക് ചെയ്യണമെന്നാണോ
പോലീസ് അവരുടെ ഒരു ലോ ആൻഡ് ഓർഡറിന്റെ ഭംഗി കീപ്പ് ചെയ്ത് അതിന്റെ ജനാധിപത്യം കീപ്പ് ചെയ്ത് പോലീസിനെ മര്യാദ പഠിപ്പിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പ് ഇവിടെ വരികയാണോ വേണ്ടേ എന്നുള്ളതൊക്കെയാണ് ചർച്ചയ്ക്ക് വേണ്ടത്. അല്ലാതെ ഇവിടെ ഒരു ഗ്ലോറിഫൈഡ് ആയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തെ കാണണമെന്നില്ല. ഇവിടുത്തെ ഒരു ഗുണ്ട കൾച്ചർ ഉണ്ട്, അല്ലെങ്കിൽ കണ്ണിന് പകരം കണ്ണ്, അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി കൊടുക്കുന്ന കാരണം ഞങ്ങളുടെ രാഷ്ട്രീയം പറയാത്ത അംഗീകരിക്കാത്ത ആൾക്കാരാണ് പ്രതിഷേധിക്കുന്നെങ്കിൽ, സമരം ചെയ്യുന്നെങ്കിൽ അവരെ ചെടിച്ചട്ടിക്ക് തലയടിച്ച് തകർക്കാമെന്നും അവരുടെ കൈയിന്റെ എല്ലൊടിക്കാമെന്നൊക്കെ കൊടുത്താലും അതിനെ നേരിട്ട് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് ന്യായീകരിക്കുന്ന ഒരു കേരളത്തില് പോലീസുകാര് ഇതേപോലെയുള്ള അട്രോസിറ്റി, ഇതുപോലെയുള്ള സ്പോൺസർഷിപ്പ് മുഖ്യമന്ത്രി നേരിട്ട് കൊടുക്കുന്നു എന്നാണ് ആൻ സെബാസ്റ്റ്യൻ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം.